അറബി അക്ഷരത്തിൽ തന്നെ അവർ കൊടുത്തത് വലിയ അതാണ് അവക്കാനെന്നോ ഇനി അവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാത്ത ഒരു അവകാശം എത്തുകയാണ്. കാരണം ഇനി അത് പൂജ്യം കൂടിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവരെ മുഖം കൊണ്ടിരിക്കും. അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഫോട്ടോ എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സമ്മേളനഗരി എന്നൊരു ഫോട്ടോ സത്യത്തിൽ ബ്ലാക്ക് ലൈറ്റ് ആയിട്ടാണ് അന്ന് പത്രത്തിൽ അടിച്ചു വന്നത്. എന്നിട്ടും ബഹുമാനപ്പെട്ട അതിന്റെ ഓർമ്മയുള്ളകൾ അതിലേക്ക് സൂക്ഷ്മം വീക്ഷിച്ചു നോക്കിയപ്പോ മൂപ്പർക്ക് ഒരു കാര്യം വെളിവായി. അന്ന് മൂപ്പർ ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. അതല്ല കൂട്ടരെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നാണ് നിങ്ങളുടെ മർക്കസ് കടൽ തീരത്തേക്ക് പോയത്? മർക്കസ് കടൽ തീരത്തേക്ക് പോയതോ അതോ കടൽ മർക്കസിലേക്ക് ഒഴുകിയതോ എന്ന് അന്ന് ബഹുമാനപ്പെട്ട നാട്യവസ്ഥ ചോദിച്ചു. അപ്പൊ നമ്മൾ സമ്മതം ഇങ്ങനെ ഇത്രങ്ങാനും തോന്നാം. പിന്നെ ഇവരുടെ ഒരു കേരള യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയിൽ യാത്രക്കിടയിൽ എഴുതുന്ന ഉസ്താദ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ എഴുതുന്ന ഫോട്ടോത്തിന്റെ അവിടെ ആ എഴുത്തിന്റെ ഭാഗം മറച്ചുകൊണ്ട് പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ ആ പ്രസ് കോൺഫറൻസിന്റെ അതുപോലെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നതാ. ആ പ്രസ് കോൺഫറൻസിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പൂക്കോട്ടൂർ സഖാഫി ഹസൻ സഖാഫി പൂക്കോട്ടൂര് അവരോട് ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ നടത്തിയത് അമേരിക്കയിലോ യൂറോയിലോ ഈ കോൺഫറൻസ് അതോ കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരും അവരുടെ മൈക്കും നിങ്ങളെ മുമ്പിലില്ലല്ലോ, വെറും BBC-യും സ്കൈയും അതുപോലെയുള്ള വെറും ഇവിടെ എന്താ പറയാ അമേരിക്കയൊക്കെയുള്ള പത്രക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് വരും. CNN ഒക്കെ അടക്കമുള്ള ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാകാനായി ജനിച്ചവർ, അതല്ലെങ്കിൽ ഇവർ ജനിച്ചത് തന്നെ പരിഹാസ്യമാകാനാണെന്ന് തോന്നുന്ന രൂപത്തിൽ നിങ്ങൾ ആലോചിക്കുകയാണ്. എന്ത് വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി, അതിലൊക്കെ സത്യത്തിൽ 100% പരിഹാസ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക്. അത് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമുടി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇത്രത്തോളം പരിഹാസ്യമായ ആളുകൾ ലോകത്ത് എവിടെയുള്ളത് നിങ്ങൾ ആലോചിക്കുകയാണ്. ഒരു മുടിക്ക് 5 സനത്, ഒരു മുടിക്ക് 5 സനത്. ഒരെന്നെ പറയുന്നു ബഹുമാനപ്പെട്ട എന്താണ് കുത്തുബുദ്ദീൻ ഫിർദൗസി വഴി ഇന്നും മദ്ഹർ ഷരീഫിൽ നിലനിൽക്കുന്ന ബറക്കാത്തി സാദാത്യങ്ങളിൽ നിന്ന്, അതായത് കുത്തുബുദ്ദീൻ ഫിർദൗസിയ മുടി, അവിടെ നിന്ന് അവർക്ക് തന്നെ 2 മുടി, നമുക്ക് 7 മുടി. അപ്പൊ ആ വഴിക്കൊരു മുടിയെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ 2 മുടി കിട്ടിയെന്ന് അഭിപ്രായപ്പെടുക. ആ വഴിക്ക് വഴി മുടി ഇവർക്ക് 2 മുടി കിട്ടുക. നിങ്ങൾ ആലോചിക്കാൻ ഞാൻ പിന്നെ വീണ്ടും നമുക്ക് ചോദ്യം, കുത്തുബുദ്ദീൻ ഫിർദൗസി ഏത് കാലക്കാരനാണ്? കുത്തുബുദ്ദീൻ ഫിർദൗസി പറയുന്നത് ഇസ്ലാമിന്റെ വലിയ പ്രചാരകനാണെന്ന് പറഞ്ഞു. അതിന്റെ എഴുതി വെച്ചത് അദ്ദേഹത്തെ കുറിച്ച് ആര് സംസാരിച്ചു? ഇനി അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ബറക്കാത്തി സാദാത്യങ്ങളും കുത്തുബുദ്ദീൻ ഫിർദൗസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ പറഞ്ഞു അവരുടെ കുടുംബ പരമ്പരയല്ല എന്ന് ആര് പ്രഖ്യാപിച്ചു? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട് വഴി എന്നാണ് പറഞ്ഞത്. വഴി എന്ന് പറഞ്ഞാൽ തെരീക്കത്ത് എന്നാണ്. നമ്മളപ്പോ തന്നെ കാരണം തെരീക്കത്ത് എന്ന് പറയാൻ അറിയാത്ത ആളുകളാണ് ഇവര്. കാരണം മലയാളികളോടാണല്ലോ സംസാരിക്കുന്നത്. ഇവർക്ക് തെരീക്കത്ത് എന്നറിയാൻ നമ്മൾ പറഞ്ഞ ടി ക്യാംസിനെ രീതിയിൽ പ്രസരിച്ച് ആരെ മരം കെട്ടു വെച്ചപ്പോ ആരെ മരം കെട്ടു വാപ്പേനെ മരം കെട്ടു പറഞ്ഞു. അപ്പൊ ടി ക്യാംസ് നേരെ മറ്റേ സ്പീക്കർക്ക് കേസ് കൊടുത്തു. സ്പീക്കറോട് കേസ് കൊടുത്തു പറഞ്ഞു എന്റെ വാപ്പാനെ വിളിച്ചു. അതിന് സീതിയാജി മറുപടി പറഞ്ഞു, അതായത് ഒരു ഫാദറും ഉണ്ടായിരുന്നു, പിന്നെ നമ്മളൊക്കെ മലയാളികളല്ലേ, അപ്പൊ അച്ഛൻ എന്ന് പറയണം, പിന്നെ ഞാനും അംസാക്കി മാപ്പിളാരല്ലേ, അതുകൊണ്ട് ഞാൻ വാപ്പാന്ന് പറഞ്ഞതാണ്. ഇവരൊക്കെ മലയാളികളെ കൊണ്ട് ഈക്കത്ത് എന്ന് പറയാൻ ഇവർ അറിയാകൊണ്ട് മശായിഖന്മാരെ മുഴുവൻ ഇവര് ഇന്ന് നാട് കടന്നു പോയവരായി ചിത്രീകരിച്ചത് എന്തെന്നറിയാം. വഴി സാധാരണ പറയാറുള്ളത് തെരീക്കത്തിന് ഇപ്പൊ ഇവര് സാധാരണ വഴി എന്ന് പറയല്. ഏത് വഴി കണ്ടാലും ഇവർക്കിപ്പോ തെരീക്കത്താ, എല്ലാ വഴിയും തെരീക്കത്താണ്. അങ്ങനെയാണ് ഏത് വഴി കൂടി ഇവർ പോകും. എന്നിട്ട് പറയും ഞങ്ങൾ തെരീക്കത്ത് കൂടി അപ്പൊ പോണത്. അപ്പോ ഈ രൂപത്തിൽ എന്നിട്ട് ആ വഴി ഏത് വഴി, അപ്പൊ ഏത് തെരീക്കത്താണ് ബറക്കാത്തി സാദാത്യങ്ങൾ അവർ ഇവരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്? ഈ കുത്തുബുദ്ദീൻ ഫിർദൗസി എന്ന് പറയുന്ന ആളിൽ നിന്ന്. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഇസ്ലാമിന്റെ വലിയ പ്രചാര
പ്രചാരകനാണോ, ഇസ്ലാമിന്റെ വലിയ പ്രചാരകനാണെങ്കിൽ ബന്ധം അതിന് മറ്റേ മുടിയുമായിട്ടുള്ളത്? ഈ മുടിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധം അല്ലെങ്കിൽ എന്ത് ബന്ധമാണ് അദ്ദേഹത്തിന് കാത്തി സാദാത്യങ്ങളുമായിട്ടുള്ളത്? നിങ്ങളുടെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഇത് വിശദീകരിക്കുക തന്നെ ചെയ്യും. ഇതിൽ കുറച്ച് കളികളുണ്ട്, ഇതിൽ കുറച്ച് കാര്യങ്ങൾ അടങ്ങിക്കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവസരത്തിനൊത്ത് നമ്മൾ എടുക്കും. അതിങ്ങനെ ഇപ്പൊ എത്ര മാത്രമേ നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ ഇതിൽ ഈ മുടിയുമായി നിങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിലെ 100 വെച്ചിട്ടുണ്ട്. നിങ്ങൾ 100 അവസരശാലമയം നമുക്ക് ഇത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആളുകൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ആളുകൾ അറിയപ്പെടുന്ന നിങ്ങളെ മുഴുവൻ സക്കാഫികളെയും സക്കാഫിയായ കാമിലിമാരെയും എല്ലാ കൂമിലിമാരെയും നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കും. നിങ്ങൾ എല്ലാ ഷെയ്ഖുനെയും കുത്തുബുല്ലാലത്തിനെയും അതിന്റെ അപ്പുറല്ല ആലുണ്ടെങ്കിൽ ഓലയൊക്കെ വിളിച്ചു നിങ്ങളോട് ചോദിക്കും. എന്നിട്ട് ചോദിക്കും, അതാണ് ഈ കുത്തുബുദ്ദീൻ ഫിർദൗസി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു? അദ്ദേഹം കുത്തുബായിരുന്നു. കുത്തുബാണെങ്കിൽ തന്നെ അദ്ദേഹം ഇസ്ലാമിക പ്രജരായ എവിടെയാണ് രേഖകൾ? നീ ആ രേഖകളെങ്കിൽ എന്താ താത്യങ്ങളുമായി അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ്? നിങ്ങൾ മർക്കസിൽ കൊണ്ടുവന്ന മുടിയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാൻ തയ്യാറാണ്? ഒന്ന് ചോദിക്കും, ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കും. എന്നിട്ട് ആ മക്കാം ഒന്ന് പിന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം ഒന്ന് കാണിച്ചു തരാൻ പറയും. അദ്ദേഹത്തിന്റെ പേരൊന്ന് അവിടെ കാണിച്ചു തരാൻ പറയും. അദ്ദേഹത്തിന്റെ സിൽസിലൊന്ന് അവിടെ പറയാൻ പറയും. വലിയ പ്രചാരകനും കുത്തുബുമായിരുന്ന ഒരാൾക്ക് വലിയ സിൽസിലുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറയും. അങ്ങനെ നിങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും. വഷളാകും തോറും നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. വിശദീകരിക്കും തോറും നിങ്ങൾ വഷളാവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇതിന്റെ ഒരു തുടക്കം. ഇതൊക്കെ പോലെ ഓരോന്ന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ലക്ഷങ്ങളിലൊന്നും പറയുമ്പോൾ തീരെ നിങ്ങൾ ആലോചിക്കണില്ല. എത്ര പൂജ്യം ഉണ്ടെന്നെങ്കിലും എണ്ണണം. മിനിമം എത്ര പൂജ്യം ഉണ്ടെങ്കിലും എത്ര ഉണ്ടാവോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയും. അത് അറിയാൻ ലക്ഷണം ഒരു വരിയില്ല. അതേപോലെ നമ്മള് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ഇതിലൊക്കെ ആകെ 5 or 6 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മുദ്രാവാക്യം വിളിക്കലുണ്ട്, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ. സത്യത്തിലോ ആളാൻ തന്നെ ലക്ഷം പിന്നാലെ എന്ന് പറയാം. അത് ഒരു പ്രയോഗം മാത്രമാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഈ മതത്തിന്റെ കാര്യത്തിൽ ഇതുപോലെയുള്ള തമാശകളും ഇതുപോലെയുള്ള നുണപ്രചരണങ്ങളും ഒക്കെ അതൊക്കെ വളരെ അപകടം സൃഷ്ടിക്കും. അതൊക്കെ രാഷ്ട്രീയക്കാരന്റെ വർദ്ധനും ആളുകളുടെ പിന്നാലെ അവൻ ലക്ഷ്യമുണ്ടെന്ന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പിന്നെ വൃക്ഷങ്ങൾ ഈ പ്രകടനത്തിന്റെ പിന്നാലെ കേസുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ലക്ഷം പിന്നെയാണ് എന്ന് നമ്മൾ അങ്ങനെ ശ്രമിക്കാം. ഏതായാലും ഈ പ്രദേശത്ത് ഒരിക്കലും ഇവരുടെ സലാത്ത് നഗറിൽ ആരും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു ലക്ഷങ്ങൾ വരെ വരുന്ന വാഹനങ്ങളും ഇറക്കി നിർത്തി. AP-യുടെ ഒരൊറ്റ വാഹനം മതിയായിരിക്കാം ലക്ഷങ്ങൾ വരെ വരാൻ. അതല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരുടെ ഒരു വാഹനത്തിന് തന്നെ ലക്ഷങ്ങളും കോടികളും വിലയുള്ളത് കൊണ്ട് നിങ്ങൾ 6 ലക്ഷത്തിലും 600 ലക്ഷത്തിലും ഒന്നും നിർത്തേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഈ ആളുകളോട് ജനങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ എന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഇല്ലാത്തതുണ്ട് പറഞ്ഞ് ഇരിക്കുന്ന മുഴുവൻ അത് ഹറാമാണ്. ഇതൊക്കെ പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ആ പണം തിരിച്ചെടുക്കൽ ഹറാമാണ്. ഇന്നൊക്കെ ഒരു ബേജാറാണ്. അള്ളാഹു റാസിക്കാണ് എന്ന് വിൽക്കാൻ കഴിയില്ല. അതാണ് വല്ലാത്ത പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കിയത് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഒരു യത്തീംഖാന ഉണ്ടാക്കി അതിൽ അങ്ങനെ മതാബുണ്ടാക്കി അത് അംഗവാസികൾ പഠിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് എന്നാണ് നിങ്ങൾ അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസം. അള്ളാഹു ഒരാളെ തൊള്ള കയറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പിച്ചു അതിന് ഗുണപദവും നിങ്ങൾ ഇങ്ങനെ പിത്തനുണ്ടാക്കിയിട്ടും ആളുകളെ പറ്റിപ്പിച്ചിട്ടൊന്നും പണം ശേഖരിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്താൻ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ വലിയ അപകടം സൃഷ്ടിക്കുക. ജനങ്ങളെ ശരിക്കും എത്രമാത്രം നിങ്ങൾ ഈ സത്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങളെ സ്ഥാപനത്തിന് ആളുകൾ പിരിവ് തരണമെന്നായിരിക്കാം. പക്ഷെ അതൊക്കെ സത്യം നിങ്ങളതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി അതാണ് നിങ്ങൾ കുറെ കെട്ടിടങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലാതെ ആത്മീയത പരിപൂർണമായി നശിപ്പിച്ചു. നല്ല സൗകര്യമുള്ള മലമൂത്ര വിസർജനത്തിനും പാർക്കിങ്ങിനും ഒക്കെ സൗകര്യമുള്ള വിശാലമായ കാർ പാർക്കുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിച്ചിട്ടാവാം. പക്ഷെ അതിലൊക്കെ നിസ്കരിക്കുന്നവന്റെ ആത്മാർത്ഥതയും അതല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആത്മീയതയും ഒക്കെ നിങ്ങൾ തകർത്ത് കളഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു വസ്തുതയില്ല. അപ്പൊ വെറുതെ ഒക്കെ ഒരു കാഴ്ചപ്പുറങ്ങൾ മാത്രമാക്കി അതൊക്കെ മാറ്റി നിങ്ങൾ എന്നതാണ് സത്യം. ഏതായാലും മർക്കസിലെ മുടി വ്യാജമല്ല എന്നതിന് ഷാഫി ഒളവട്ടൂരിന്റെ കയ്യിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും മർക്കസിലെ മുടി
ഇത്രത്തോളം നുണ പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് വ്യാജമല്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണോ ഷാഫി ഒളവട്ടൂർ അത് വ്യാജമല്ല എന്ന് പറയുന്നത്? അതോ അത് വ്യാജമല്ല, അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് എന്ത് രേഖയാണ്, എന്ത് മാനദണ്ഡത്തിലാണ് ഇപ്പോഴും നിങ്ങൾ ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശമാണ് എന്ന് പറയുന്നതെന്ന് വിശദീകരിക്കണം. അങ്ങോട്ടൊന്നും പോകാനായിട്ടില്ല. അതിന്റെ മുന്നേ കുറെ കാര്യങ്ങൾ തീരുമാനമാകുന്നുണ്ട്. സനതുമൊക്കൊന്നും പോകാനായിട്ടില്ല. ഇപ്പൊ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഈ വിഷയാവതരണത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യം പറഞ്ഞു. അമീത് പൈസ അമ്പലക്കട പറഞ്ഞു 5000 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ബോംബെന്ന് വാങ്ങിയത്. ഇപ്പൊ ഇയാള് പറഞ്ഞു 500 ഉറുപ്പ്യ കൊടുത്താൽ എല്ലാവർക്കും കിട്ടും. അതിന്റെ തെളിവൊന്ന് പറഞ്ഞു, 500 ഉറുപ്പ്യ കൊടുത്താൽ കിട്ടും എന്നുള്ളതിന്റെ തെളിവ്. പിന്നെ പണ്ട് കോഴിക്കോട് നിന്ന് ഒരാൾ അമീത് പൈസ അമ്പലക്കടവിനോട് മർക്കസിലെ മുടിയെ കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ അയാൾ ലോകത്തുള്ള മുടിനെ കുറിച്ച് എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്. ഒരു കേരളത്തിലെ മുടിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞ്, അബുദാബിയിലുണ്ട്, സുഡാനിലുണ്ട്, അതേമാതിരി എല്ലാ സ്ഥലത്തും ഉണ്ട്, കാശ്മീരിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഇപ്പൊ മാത്രങ്ങൾ കേരളത്തിൽ വരാനുള്ള കാരണം എന്താണെന്ന് ആദ്യം ബോധ്യപ്പെടുത്തി. എന്നിട്ട് എനിക്ക് വേറെ ചോദിക്കാണ്ട്, അത് ഇപ്പൊ മാത്രം കേരളത്തിൽ വരാനുള്ള കാരണം എന്താന്നുള്ള ആദ്യം പറയാം. ആദ്യം അന്ന് മർക്കസത്തെ മുടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് ലോകത്തേക്ക് മൊത്തം പോയി. ഞങ്ങളല്ല നിങ്ങളും ഉണ്ടായത്, നിങ്ങളാണ് ആദ്യം ലോകത്തേക്ക് എല്ലായിടത്തേക്കും പോയത്, വേൾഡിൽ മൊത്തം അറിയപ്പെട്ടത്. ഇപ്പം മാത്രം കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്താന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ ഈ അധികം വിവരക്കേട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചോദിക്കലുണ്ട്, ഈ ഏതൊളവട്ടൊരു കഴിയുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇപ്പൊ വരുന്നത്, മർക്കസിലെ മുടിയെ പറ്റി അദ്ദേഹത്തിന് ഒന്നും പറയാനുമില്ല. അത് മസ്നവിക്കൊക്കെ അറിയാൻ മതിയോ? മസ്നവിയുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ നാട്ടിൽ ഏതായാലും ഉണ്ട് അങ്ങനെ ചോദിച്ചു. തമാശക്ക് ചോദിക്കണം, ഒളവട്ടുകാരെ പരിഹസിക്കണമല്ല അത്. അപ്പോ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഇദ്ദേഹം ഇതിനു മുമ്പ് വളരെ ക്ഷോഭിച്ചൊക്കെ ആയിരുന്നു ഇവിടെ വന്നത്. ഏതായാലും ക്ലാസ് റൂമിൽ വന്നപ്പോ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അൽഹംദുലില്ലാഹ്. ഈ മർക്കസിലെ മുടിയെ പറ്റി ഇപ്പോ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ ഈ മറുപടിക്ക് പറയാൻ വേണ്ടി ഞാൻ എല്ലാരും പറഞ്ഞത് ശരിയല്ല, ഞാൻ സുന്നിസത്തന്നെ ഏൽപ്പിക്കുകയാണ്. ഞാനൊരു ക്ലിപ്പ് വെക്കാണ്ട് അതിന് ശേഷം ഒരു തട്ടിപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നിസം അനുമതി എന്നാലേ വെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ട കിട്ടാണ് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാർ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലുകളുടെ മൈക്കുകൾ മുഴുവൻ കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമിന്റെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണത്, ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണ്. ഞാനിപ്പോ കാണിച്ചതാ, ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി ഒന്നുള്ളൂ. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ, ഇതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി ഒരു യാത്ര ഉണ്ടാക്കിയതാണ് കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചതരാം. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടത്, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കൊടുത്തതല്ലോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. ഇപ്പൊ ശേഖരൻ ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് മൈക്കിന് വെച്ചു. അതേ ഫോട്ടോ, രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് രണ്ടും ഒന്നിച്ചു വെച്ച് നോക്കിക്കോ.
രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നു മൈക്കിന് മുമ്പിലൂടെ കൊണ്ടുപോയി ഒപ്പിച്ചിട്ട് കൊടുത്തു.